യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ 2026 രണ്ടാമത്തെ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം 2026 ആണ്ടിൻ്റെ ഒരു മാസം നമ്മെ വിട്ട് കടന്നുപോയി. ഈ പുതുമാസത്തിൻ്റെ പ്രാരംഭ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട്, കർത്താവിനെ ശരണം പ്രാപിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് വാക്യമായുള്ള ഒരു പ്രതിദിന ധ്യാനം എന്നുള്ളതായ പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. വെളിപ്പാട് പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലനേഷൻ നൽകിക്കൊണ്ടാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രവചനങ്ങൾ പഠിക്കുവാനും അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും തക്കവണ്ണം സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സാത്താൻ്റെ സിംഹാസനം എന്നാണ്. വെളിപ്പാട് പ്രവചന പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. വെളിപ്പാട് പ്രവചന പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം: നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പെർഗമോസ് സഭയ്ക്കുള്ളതായ ദൂതിൽ പരാമർശിക്കപ്പെടുന്ന ചില വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. എന്നിരുന്നാലും ഒരു കുറ്റം പറയുന്ന ഒരു സഭ ഉണ്ട്, അല്ലെങ്കിൽ ആ സഭയെക്കുറിച്ച് ഒരു കുറ്റമുണ്ട്. നമ്മൾ താഴത്തേക്ക് വായിക്കുമ്പോൾ ബിലയാമിൻ്റെ അല്ലെങ്കിൽ ബാലാക്കിൻ്റെ ഉപദേശം പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഉണ്ട്, സഭയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുന്ന സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ലവോദിക്യ സഭയുടെ കാലഘട്ടമാണ്. ആ സഭയെക്കുറിച്ചും കുറ്റം പറയുന്നുണ്ട്. എന്നിരുന്നാലും കർത്താവിൻ്റെ വരവ് വരെയും ആയിരിക്കുന്ന ആ സഭയിൽ എപ്രകാരം നമുക്ക് ജീവിപ്പാൻ തക്കണം കഴിയും എന്നും പറഞ്ഞിട്ടുണ്ട്. സിയൂസിൻ്റെ ആരാധനയ്ക്കുള്ള സ്ഥലമായ പെർഗമൻ അൾത്താരയെ ചിലർ പുരാതന ലോകത്തിലെ ഒരു അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഏകദേശം 115 അടി നീളവുമുള്ള സങ്കീർണമായ കൊത്തുപണികളുള്ള കല്ലിന് ഏകദേശം 2000 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 1878 കുഴിച്ചെടുത്ത ഈ ഒരു കാര്യം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ബെർലിനിൽ ആണ് എന്ന് കാണുവാൻ കഴിയുന്നു. അത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു, പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പെർഗമോസ് സഭയ്ക്കുള്ള ഒരു ദൂതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടത്ത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന വിശ്വാസികളെ പരാമർശിക്കുന്നു ഇത് കാണുവാൻ കഴിയുന്നു. അത് എന്താണ്? സാത്താൻ്റെ സിംഹാസനം പെർഗമൻ അൾത്താരയെ പരാമർശിക്കുന്നതാണെന്ന് വിശ്വസിക്കുവാൻ നിരവധി കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. ഏഷ്യ മൈനറിൻ്റെ മത തലസ്ഥാനവും റോമൻ ചക്രവർത്തി ആരാധനയുടെ കേന്ദ്രവുമായിരുന്നു പെർഗമസ് എന്ന് പറയുന്നത്. യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയെ ആരാധിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ എന്താണ് പീഡിപ്പിക്കപ്പെട്ടതായിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അങ്ങനെ പല ആരാധനയും ദൈവത്തിന് വിരോധമായുള്ള ആരാധനകളും അവിടെ നിലനിന്നിരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എങ്ങനെയായിരുന്നാലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പരിവർത്തനം എന്ന് വിളിക്കപ്പെടുന്ന AD 313 മുതൽ 538 വരെയുള്ളതായ കാലയളവിൽ സഭാചരിത്രത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ സഭയ്ക്കുള്ള കത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അന്തിപ്പാസിനെ തൻ്റെ നാളിലെ വിശ്വസ്ത രക്തസാക്ഷിയായി പരാമർശിക്കുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾക്കെതിരായുള്ള പീഡനം അവസാനിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സഭാ കാലഘട്ടം പ്രതിനിധീകരിക്കുന്നത് എന്ന് കാണുന്നു. പെർഗമോസ് നഗരത്തിൻ്റെ ഇരുമ്പ് മൂടിയ പുറജാതീയ മനോഭാവം ക്രിസ്തീയ സഭയിൽ തെറ്റായ ഉപദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനെ സ്വാധീനിച്ചു. അവിടെയുള്ള പല ജാതികളിൽപ്പെട്ടവരും
സത്യസഭയിലേക്ക് കടന്നു വന്നാലും അവരിലുള്ളതായ ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ഇന്നുള്ളതായ ആളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ല വിശ്വാസികളും എന്നാൽ വിശ്വാസികളെന്ന് ചമഞ്ഞ് തെറ്റായ ഉപദേശത്തെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അതിനോട് അനുകൂലിച്ചുകൊണ്ട് സഭയിൽ വളർന്നു വരുന്നതും വളർത്തിയെടുക്കുന്നവരുമുണ്ട് എന്ന് കാണുവാൻ കഴിയും. അതെല്ലാ കാലഘട്ടത്തും നിലനിന്ന് വരുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെ വിട്ടു പോരുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നു. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ എല്ലാ സഭയിലും എല്ലാവരും തികഞ്ഞവരല്ല. നാം ഓരോരുത്തരെയും മനസ്സിലാക്കുമ്പോൾ അവരെത്രമാത്രം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതൊക്കെ കഴിയും. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് അവർക്കും ദൈവത്തിന് മാത്രം അറിയാം അവർ എത്രമാത്രം വിശുദ്ധിയോടെയാണ് ജീവിക്കുന്നതെന്ന്. നമ്മുടെ ഓരോരുത്തരും സഭയിലുള്ള വിശ്വാസികളെ നമ്മൾ പരിശോധിക്കുക. ദൈവിക വചനത്തിന് വിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാം അതിനെ ശക്തമായി എതിർക്കുക. സാത്താൻ സഭയിൽ വിശ്വാസികളുടെ രൂപേണ കയറി വന്ന് ആ സഭയെ മൊത്തത്തിൽ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും തെറ്റിച്ചു കളയുവാനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് വെളിപ്പാടുകാരൻ പ്രവചനത്തിൽ കാണുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, സാത്താൻ്റെ വഞ്ചനയ്ക്കെതിരെ നമ്മൾ പെരുമാറുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക. നമുക്കെല്ലാം അത് മനസ്സിലാകണമെങ്കിൽ വചനം നന്നായിട്ട് പഠിച്ചിരിക്കണം. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. സത്യത്തോട് അസത്യവും ചേർത്തുകൊണ്ടാണ് സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സഭയിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ നാം അവരെ വിട്ട് അവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ടുവരിക. സാത്താൻ്റെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കാതെ, സാത്താൻ്റെ സിംഹാസനത്തിൽ നമ്മളായിരിക്കാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വഴി അനുസരിച്ച് നമ്മൾ ജീവിക്കുക. സാത്താന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും സ്ഥാനം കൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുക. അത്തരത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശക്തമായി അവരെ എതിർക്കുക തന്നെ വേണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിനും ബൈബിളിൽ കാണുന്ന യഥാർത്ഥ വിശ്വാസത്തെ നശിപ്പിക്കുന്ന എല്ലാവർക്കുമെതിരെ നിലകൊള്ളുന്നു. ഈ ലോകത്തിൻ്റെ അധിപനെ വണങ്ങി നിന്നെ ഞാൻ ഒരിക്കലും നിഷേധിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. സത്യത്തിനെതിരെ നിൽക്കുന്നവരെ നാം അവർക്കെതിരെ നാം പോരാടുക. എന്നാൽ സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവം സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവേ. അടിയങ്ങളുടെ സഭയിലും കർത്താവേ ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമായ രീതിയിലുള്ള ഉപദേശങ്ങളും ഒക്കെയും ആയിക്കൊണ്ടുവരുന്നു. സത്യസഭയെ നശിപ്പിക്കുവാൻ എന്ന ഉദ്ദേശത്തോടു കൂടെ കടന്നു വരുന്നവരുണ്ട്. അതൊക്കെയും അടിയങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അവർക്കിടം കൊടുക്കാതെ, സാത്താൻ ഇടം കൊടുക്കാതെ അതിന് അനുസൃതമായി അതിനെതിരെ പ്രവർത്തിക്കുന്നവരായി തീരുമാനം അടിയങ്ങളെ സഹായിക്കണം. കേട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസ നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെല്ലാവരെയും തുടർന്നുള്ള നാളുകളിലും അനുഗ്രഹിച്ചു കാക്കുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.